ഇന്ത്യക്കാരെ മൊത്തം ഇടയ്ക്കിടയ്ക്കൊന്ന് ഞെട്ടിക്കുക എന്നത് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്ക് ഇപ്പോൾ ഒരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നിന്ന് താൻ മത്സരിച്ചാൽ 10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ ജയിച്ചു കയറുമെന്ന് വളരെ ശക്തമായൊരു ഉറപ്പിൽ പറഞ്ഞിരിക്കുകയാണ് ഇറ്റലി പ്രധാനമന്ത്രി. ജോർജിയ വിഷൻ ഇത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ജോർജിയ മെലോനിയുടെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നരേന്ദ്രമോദി എന്ന പേരുടെ ശക്തി, ആ പേരിനെ താൻ എത്രമാത്രം വിശ്വസിക്കുന്നു, ആ പേരിൽ ഉള്ള ഉറപ്പ്, ഇതൊക്കെയാണ് ജോർജിയ വിശദീകരിക്കുന്നത്. ഔദ്യോഗിക പ്രോട്ടോക്കോളുകൾക്കപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങളാണ് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കാൻ സഹായിക്കുന്നത് എന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറയുന്നു. പുതുതായി പുറത്തിറങ്ങിയ ജോർജിയാസ് വിഷൻ എന്ന തന്റെ പുസ്തകത്തിലാണ് തന്റെ വിദേശ സന്ദർശനങ്ങളിൽ, അതിലിപ്പോൾ ഇന്ത്യ മാത്രമല്ല എല്ലാ വിദേശ സന്ദർശനങ്ങളിലെയും രസകരമായ അനുഭവങ്ങളും, അതിൽ പ്രത്യേകിച്ച് 2023 ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകളും മെലോനി പങ്കുവച്ചിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അവതാരിക എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് രൂപ പബ്ലിക്കേഷൻസ് ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ 695 രൂപയ്ക്ക് പുസ്തകം ലഭ്യമാകുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. 2023 മാർച്ചിലെ ദില്ലി സന്ദർശന വേളയിൽ ദില്ലിയിലുടനീളം തന്റെ ചിത്രമുള്ള വലിയ പോസ്റ്ററുകൾ സ്ഥാപിച്ചിരുന്നത് മെലോനി പുസ്തകത്തിൽ പറയുന്നുണ്ട്. റോഡിന്റെ 2 വശങ്ങളിലും തന്റെ ചിത്രവും വെൽക്കം എന്നെഴുതിയ ബോർഡുകളും ഉണ്ടായിരുന്നുവെന്നും മടങ്ങുമ്പോൾ അത് താങ്ക് യു ഫോർ വിസിറ്റിംഗ് എന്നായി മാറി എന്നും മെലോനി കുറിച്ചു. ഇത് കണ്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ താജാനി തമാശയായി പറഞ്ഞു അത്രേ, അടുത്ത തവണ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ചാൽ കുറഞ്ഞത് 10 ലക്ഷം വോട്ടെങ്കിലും നേടി വിജയിക്കും എന്ന്. ഇതും മെലോനി പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. റൈസിന ഡയലോഗ്, G20 ഉച്ചകോടി എന്നിവയിൽ പങ്കെടുക്കാനാണ് 2023 മെലോനി ഇന്ത്യയിൽ എത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മികച്ച സൗഹൃദത്തെക്കുറിച്ചും പുസ്തകത്തിലെ ഹെഡ് ഹെൽഡ് ഹൈ എമംഗ് ദി വേൾഡ് ഗ്രേറ്റ്സ് എന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ അലസാൻഡ്രോ സെലൂസ്റ്റിയുമായുള്ള അഭിമുഖങ്ങൾ, ആ അഭിമുഖങ്ങളുടെ ഫോർമാറ്റിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഔദ്യോഗിക ചർച്ചകൾക്കപ്പുറം ലോക നേതാക്കളുമായി വളരെ വ്യക്തിപരമായ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞ വിവിധ സാഹചര്യങ്ങൾ മെലോനി ഇതിൽ വിവരിക്കുന്നുണ്ട്. കടുംപിടുത്തക്കാരനായ ട്യൂണീഷ്യൻ പ്രസിഡന്റ് കൈസ് സെയ്ദുമായി 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഒന്നിച്ച് കോഫിയും സിഗരറ്റും കഴിച്ചതോടെയാണ് ഇരുവർക്കുമിടയിലെ ചർച്ചകൾ കൂടുതൽ എളുപ്പമായത് എന്ന് പറയുന്നിടത്താണ് ആ വ്യക്തിബന്ധം എത്രമാത്രം സുദൃഢമാകണം എന്നുള്ളത് വ്യക്തമാകുന്നത്. തനിക്ക് ഓറഞ്ച് നിറത്തോടുള്ള താല്പര്യം അറിഞ്ഞ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വൂച്ചിച്ച് ജന്മദിനത്തിന് ഓറഞ്ച് റോസാപ്പൂക്കൾ സമ്മാനിച്ചതും മെലോനി ഓർക്കുന്നു. JRR ടോൾക്കീന്റെ ലോർഡ് ഓഫ് ദി റിംഗ്സ് നോവലിനോടുള്ള തന്റെ ഇഷ്ടം മുൻനിർത്തി പോളിഷ് പ്രധാനമന്ത്രി മാറ്റ്യൂസ് മൊറാവിക്കി പ്രസ്തുത നോവലിന്റെ തീമിലുള്ള കഫേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യവും പുസ്തകത്തിലുണ്ട്. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ മെലോനിയുടെ മകൾക്ക് വലിയൊരു ഹലോ കിറ്റി പാവ സമ്മാനിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോവ് മെലോനിയുടെ മുൻ ജീവചരിത്രം ഉസ്ബെക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താണ് നൽകിയത്. അപ്പോൾ മനസ്സിലാക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല മെലോനിയെ എത്രമാത്രം സ്നേഹിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്യുന്നത്. ഒരുപാട് ലോക നേതാക്കളുമായി എത്രമാത്രം മനോഹരമായ സൗഹൃദം മെലോനിക്കുണ്ട്. എന്നാൽ ഇവിടെ മോദിയുടെ സൗഹൃദം മാത്രം കൈമുതലാക്കി ജന്മം കൊണ്ട് ഇറ്റലിക്കാരിയായ ഒരു സ്ത്രീ 2023 ഇന്ത്യയുടെ തലസ്ഥാനം പിടിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, അതും 10 ലക്ഷം ഭൂരിപക്ഷത്തിൽ. പക്ഷേ ആ വിശ്വാസമോ ചങ്കുറപ്പോ നമുക്കില്ല എന്ന് ഭാസ്കരൻ നായർ അജയൻ കുറിച്ചിരിക്കുകയാണ്. മോദിയുടെ സൗഹൃദം മതി ഒരു ഇറ്റലിക്കാരിക്ക് ഡൽഹി പിടിക്കാൻ. മോദിയുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോനി തന്റെ ജോർജിയ വിഷൻ എന്ന പുസ്തകത്തിൽ ഉറച്ച സ്വരത്തിൽ കുറിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നിന്ന് ഞാൻ മത്സരിച്ചാൽ 10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു കയറും. 2023 മാർച്ച് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച ആ സന്ദർശനം, ദില്ലിയിലെ ഓരോ തെരുവിലും ഓരോ മുക്കിലും മെലോനിയുടെ ചിരിക്കുന്ന മുഖം, വരവേൽക്കാൻ സ്വാഗതം, യാത്രയാക്കാൻ നന്ദി, വീണ്ടും വരിക പോസ്റ്ററുകളുടെ ഒരു പ്രളയം തന്നെ. ആ ജനക്കൂട്ടത്തിന്റെ ആവേശം കണ്ട് കൂടെയുണ്ടായിരുന്ന ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി അന്റോണിയോ തജാനി പോലും പൊട്ടിച്ചിരിച്ചത്രേ. അയാൾ പറഞ്ഞു, ജോർജിയ, ഈ പോസ്റ്ററുകളുടെ ബലത്തിൽ നീ ന്യൂഡൽഹിയിൽ നിന്ന് ഇലക്ഷന് നിന്നാൽ 10 ലക്ഷം വോട്ട് വെറും നിസ്സാരം, ഉറപ്പ്. ജേർണലിസ്റ്റ് അലസാൻഡ്രോ സെലൂസ്കിയുമായുള്ള സംഭാഷണങ്ങളിലൂടെ പിറന്ന ജോർജിയ വിഷൻ എന്ന പുസ്തകത്തിൽ മെലോനി രേഖപ്പെടുത്തിയ അനുഭവമാണിത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ചെറിയ വിവരണം നൽകിയിട്ട് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു, മോദി എന്ന പേരിന്റെ ശക്തി ഒന്ന് ആലോചിച്ചു നോക്കൂ. മോദിയുടെ സൗഹൃദം മാത്രം കൈമുതലാക്കി ജന്മം കൊണ്ട് ഇറ്റലിക്കാരിയായ ഒരു സ്ത്രീ 2023 ഇന്ത്യയുടെ തലസ്ഥാനം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. അത് 1-2 ലക്ഷമല്ല, 10 ലക്ഷം ഭൂരിപക്ഷത്തിൽ. പക്ഷെ ഇവിടെ കേരളത്തിൽ 30 സീറ്റ് പിടിക്കേണ്ടടുത്ത് 3 സീറ്റ് കിട്ടിയപ്പോൾ നമ്മളത് വലിയ വിജയമായി ആഘോഷിക്കുന്നു. ഒരു വിദേശ വനിതയ്ക്ക് മോദിയോട് തോന്നിയ ആ സ്നേഹം, ആത്മാർത്ഥത, ആ ചങ്കുറപ്പ്, അതിൻ്റെ 100-1 പോലും സ്വന്തം നാട്ടിലെ മലയാളിക്ക് തോന്നാതെ പോയല്ലോ എന്നാണ് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നത്. മോദി എന്ന വികാരം ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല?
ഈ ചോദ്യത്തിലാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും മോദി എന്ന വികാരം, ആ വികാരത്തെ ഉൾക്കൊള്ളുന്ന ഒരുപാട് ലോക നേതാക്കൾ, അതും ജെനുവിനായിട്ട് ആ വികാരത്തെ ഉൾക്കൊള്ളുന്ന ഒരുപാട് ലോക നേതാക്കൾ ഇപ്പോൾ നമുക്കുണ്ട് എന്ന് പറയുന്നിടത്താണ് മോദി എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നയതന്ത്രം എന്ന് പറയുന്നത് വെറും രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ബന്ധത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നയതന്ത്രമല്ല, ആ ഒരു പ്രോട്ടോക്കോളിൽ, ആ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കുന്ന ഒരു നയതന്ത്രമല്ല, മറിച്ച് വ്യക്തിബന്ധങ്ങളിലൂടെ കോർത്തെടുത്ത, വ്യക്തിബന്ധങ്ങളിലൂടെ മെനഞ്ഞെടുത്ത മനോഹരമായ നയതന്ത്ര ബന്ധങ്ങളാണ് ഭാരതത്തിനുള്ളത് എന്ന് പറയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയി മാറിയ ഒരു മനുഷ്യന്റെ വളർച്ച, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ചിന്തകൾ, ആ മനുഷ്യന്റെ വികാരങ്ങൾ, അതൊക്കെ എത്രമാത്രം പവർഫുൾ ആണ് എന്ന് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.